മോണോ റെയിൽ ട്രെയിൻ തകരാറിലാകാൻ കാരണം പിരിധിയിലേറെ യാത്രക്കാർ കയറിയതിനാലെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. അമിതഭാരം കാരണം ട്രെയിൻ ഒരു വശത്തേക്ക് ചെരിഞ്ഞു. ഇത് സാങ്കേതിക തകരാറിലേക്ക് നയിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൊവ്വാഴ്ച വൈകിട്ടോടെ മുംബൈ മൈസൂർ കോളനി സ്റ്റേഷന് സമീപത്തായിരുന്നു സംഭവം. 200ഓളം യാത്രക്കാരായിരുന്നു ട്രെയിനിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരം. 70 മുതൽ 75 യാത്രക്കാർ വരെ ഒരു കോച്ചിലുണ്ടായിരുന്നുവെന്ന് ഷിൻഡെ പറഞ്ഞു. 2 മണിക്കൂറിലേറെയാണ് യാത്രക്കാർ കുടുങ്ങിക്കിടന്നത്. പിന്നീട് ഇവരെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ചാണ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതോടെ ട്രെയിനിലെ എയർ കണ്ടീഷൻ സംവിധാനവും തകരാറിലായി. ട്രെയിനിന്റെ വാതിലുകൾ തുറക്കാൻ കഴിഞ്ഞില്ല. നിറയെ യാത്രക്കാരുണ്ടായിരുന്നതിനാൽ AC സംവിധാനം തകരാറിലായതോടെ പലർക്കും ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. തുടർന്ന് ടെക്നീഷ്യന്മാർ എത്തി ഏറെ നേരം പരിശ്രമിച്ച ശേഷമാണ് വാതിലുകൾ തുറക്കാനായതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. മുംബൈയിൽ കനത്ത മഴയെ തുടർന്ന് മുംബൈ നഗരത്തിലെ പലയിടങ്ങളും വെള്ളക്കെട്ടിലാണ്. ഇതേ തുടർന്ന് പല ലോക്കൽ ട്രെയിൻ സർവീസുകളും നിർത്തിവച്ചിരുന്നു. ഇതോടെ ട്രെയിൻ യാത്രക്കാർ പലരും മോണോ റെയിലിനെ ആശ്രയിച്ചു. ഇത് തിരക്ക് വർദ്ധിക്കാൻ കാരണമായെന്നും ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു. യാത്രക്കാരുടെ അമിതഭാരം കാരണം റെയിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞുവെന്നും ഇതാണ് സാങ്കേതിക പ്രശ്നത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഷയം അന്വേഷിച്ചു വരികയാണ്. എല്ലാ യാത്രക്കാരുടെയും ആരോഗ്യം പരിശോധിച്ച് സുരക്ഷിതമായി വീട്ടിലെത്തുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെപ്റ്റംബർ 1 മുതൽ കേരളത്തിലെ പ്രധാന സർക്കാർ ആശുപത്രികളിലെല്ലാം മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക OP കൗണ്ടർ തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ്, ജില്ലാ, ജനറൽ ആശുപത്രികൾ, സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിൽ പ്രത്യേക OP കൗണ്ടർ ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. ഹെൽത്തിലൂടെയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനം ഉപയോഗിക്കാൻ കഴിയാത്തവരിൽ കൂടുതൽ മുതിർന്ന പൗരന്മാരാണ്. അതുകൊണ്ടുകൂടിയാണ് അവർക്കായി പ്രത്യേക OP കൗണ്ടർ എല്ലാ പ്രധാന ആശുപത്രികളിലും സജ്ജമാക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ പ്രധാന ആശുപത്രികളിലും ഏപ്രിൽ മാസം മുതൽ ഓൺലൈൻ OP രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു. ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ക്യൂ നിൽക്കാതെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടുള്ള സൗകര്യവും നടപ്പിലാക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ സിസ്റ്റം തകരാറിനെതിരെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ തുറന്നടിച്ച് രംഗത്തു വന്നതോടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാമൂടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ സർക്കാർ ഊർജിതമാക്കിയിരുന്നു. ഇപ്പോഴിതാ സർക്കാരിന്റെ മരണാനന്തര അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോ പരാജയമാണെന്ന് വിമർശിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് കൂടി രംഗത്ത് വന്നതോടെ ഉദ്യോഗസ്ഥരുടെ വാമൂടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കി സർക്കാർ. സാമൂഹിക മാധ്യമങ്ങളിലൂടെ കേസ് ഓട്ടോയെ വിമർശിച്ച ഡോക്ടർക്ക് മെമ്മോ നൽകിയിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോ പൂർണ്ണ പരാജയമെന്നായിരുന്നു ഡോക്ടർ വിമർശിച്ചത്. 2017 ശേഷം മരണാനന്തര അവയവദാനം വിരലിൽ എണ്ണാവുന്നത് മാത്രമാണെന്നാണ് മോഹൻദാസ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. സത്യത്തിൽ വീഴ്ച ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് ഡോക്ടർക്കെതിരെ ഡോക്ടർക്ക് മെമ്മോയും എത്തിയത്. ഇതിനിടെ ചട്ടവും നിയമവും നിരത്തി സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രശാന്ത് IAS രംഗത്തെത്തി. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എവിടെയൊക്കെ പ്രതികരിക്കാമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിനെതിരെ പരസ്യ യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത് പ്രശാന്ത് രംഗത്ത് വന്നിരിക്കുന്നത്. സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതിക്കും മെല്ലെപ്പോകിനുമെതിരെ പ്രതികരിക്കുന്നത് ചട്ടലംഘനമല്ല എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. ഏത് ക്രമക്കേടും ഉദ്യോഗസ്ഥർക്ക് വിളിച്ചു പറയാം, അതിന്റെ പേരിൽ ഒരു നടപടിയും എടുക്കാൻ കഴിയില്ലെന്നും പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നു. ചീഫ് സെക്രട്ടറി ജയതിലക് നടത്തിയ അഴിമതികൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പ്രശാന്ത് നേരത്തെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാമൂടിക്കെട്ടാറുന്ന നീക്കത്തിനെതിരെ അദ്ദേഹം രംഗത്ത് വന്നത്. ഉന്നതര ഉദ്യോഗസ്ഥരുടെ അഴിമതികൾ തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്നത്. ഇതിനിടെയാണ് സർക്കാരിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് അദ്ദേഹം രംഗത്തു വരുന്നത്. ഡോക്ടർ ഹാരിസിന് ശേഷം ഡോക്ടർ മോഹൻദാസിനെ നിശബ്ദനാക്കുന്ന വാർത്തകളാണ് വരുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രശാന്തിന്റെ വിമർശനം. സർക്കാർ വൃത്തങ്ങളിൽ നമ്മൾ ഒരു പതിവ് മുന്നറിയിപ്പ് കേൾക്കാറുണ്ട്, സർക്കാരിനെ വിമർശിക്കരുത് എന്നത്. ഇതിൽ എന്താണ് സർക്കാർ കാര്യം, എന്താണ് സർക്കാർ കാര്യം അല്ലാത്തത് എന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് പ്രശാന്ത് രംഗത്ത് വന്നിരിക്കുന്നത്. സർക്കാർ എന്നത് സ്വകാര്യ കമ്പനിയോ കൂട്ടുകുടുംബമോ മാഫിയ സംഘമോ കേഡർ പാർട്ടിയോ അസോസിയേഷനോ ക്ലബ്ബോ ഒന്നുമല്ലെന്നും പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നു. ഭരണഘടന അനുസരിച്ച് വേണം ഉദ്യോഗസ്ഥരുടെ ഭരണം. സാധാരണ സർക്കാർ ജീവനക്കാർ വീടും കുടുംബവും പ്രാരാബ്ധവുമായി ജീവിക്കുന്നവരാണ്. അവരാരും ഫുട്ബോൾ തട്ടും പോലെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണ്. കോടതിയും കേസുമായി നടക്കാനും വയ്യ. അവരെക്കൊണ്ട് മാപ്പ് പറയിക്കാനും നിശബ്ദരാക്കാനും എളുപ്പം കഴിയുമെന്നും പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നു. ജോ ബൈഡൻ അഴിമതിക്കാരനും ഭയങ്കരനുമായ പ്രസിഡന്റായിരുന്നെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
2022 താനായിരുന്നു US പ്രസിഡന്റെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൌസിൽ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുക്രൈന് US നൽകിക്കൊണ്ടിരിക്കുന്ന സഹായം സംബന്ധിച്ച ചോദ്യത്തിന് ആയുധങ്ങൾ നൽകുന്നതല്ലാതെ പണമൊന്നും യുക്രൈന് നൽകുന്നില്ലെന്ന് ട്രംപിന്റെ പ്രതികരണം. 100 കണക്കിന് കോടി ഡോളറാണ് ഇതിനോടകം യുക്രൈന് US നൽകിയതെന്നും ഇനി എത്രയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നും മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് $300 ബില്യൺ നൽകിയിട്ടുണ്ടെന്നും ജോ ബൈഡന്റെ കാലത്തായിരുന്നു അതെന്നും ട്രംപ് പറഞ്ഞു. അഴിമതിക്കാരനായിരുന്നു ബൈഡൻ. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ, അഴിമതി നിറഞ്ഞ ഭരണമായിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അനവധി ജനങ്ങളും സൈനികരും കൊല്ലപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാൻ ബൈഡൻ പ്രവർത്തിച്ചില്ല. 2022 താനായിരുന്നു US പ്രസിഡന്റെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല. അഴിമതിക്കാരനും ഭയങ്കരനുമായ പ്രസിഡന്റായിരുന്നു ബൈഡൻ, ട്രംപ് പറഞ്ഞു. ഇന്ത്യക്കെതിരെ വീണ്ടും പെരും നുണയുമായി പാക് സൈനിക മേധാവി അസിം മുനീർ. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ വെടിനിർത്തലിനായി ഇന്ത്യ യാചിച്ചെന്നും ഇടപെടാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അപേക്ഷിച്ചെന്നുമാണ് പാക് സൈനിക മേധാവിയുടെ വാദം. ബെൽജിയത്തിലെ ബ്രസൽസിൽ പാക് പ്രവാസികളെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇന്ത്യക്ക് കനത്ത തിരിച്ചടി നൽകിയെന്നും വിമാനങ്ങൾ വീഴ്ത്തിയെന്നും അവകാശപ്പെട്ട സൈനിക മേധാവി പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങിയെന്നും അവകാശപ്പെട്ടു. ബ്രസൽസിൽ 500-ലേറെ പാക് വംശജരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അസിം മുനീർ പച്ചനുണകൾ ആവർത്തിച്ചത്. ഓഗസ്റ്റ് 11 നടത്തിയ പരിപാടി റെക്കോർഡ് ചെയ്യരുതെന്നും പങ്കെടുക്കുന്നവർ മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്നും കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിൽ കനത്ത തിരിച്ചടിയേറ്റതിന് പിന്നാലെ പാകിസ്ഥാനാണ് വെടിനിർത്തൽ ആവശ്യം ഉന്നയിച്ചതെന്ന് യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് സൈനിക മേധാവി പച്ചക്കള്ളം പറഞ്ഞത്. മെയ് 10 US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ വിളിച്ചാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് അപേക്ഷിക്കുന്ന കാര്യം അറിയിച്ചത്. രാവൽപിണ്ടിയിലെ തന്ത്രപ്രധാനമായ നൂർ ഖാൻ വ്യോമതാവളം ഇന്ത്യൻ സൈന്യം ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്. വെടിനിർത്തൽ ആവശ്യം പാക് സൈനിക ഡയറക്ടർ ജനറൽ നേരിട്ട് ഉന്നയിക്കട്ടെ എന്നായിരുന്നു ഇന്ത്യ സ്വീകരിച്ച നിലപാട്. തുടർന്ന് നടത്തിയ സംഭാഷണങ്ങൾക്കൊടുവിലാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായത്. മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. നേരത്തെയും നിരവധി വ്യാജ അവകാശങ്ങളും ഇന്ത്യക്ക് നേരെ പ്രകോപനങ്ങളും അസിം മുനീർ ഉയർത്തിയിരുന്നു. ഭാവിയിൽ ഇന്ത്യയുമായി സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ റിഫൈനറി ആക്രമിക്കുമെന്നായിരുന്നു ഒരു ഭീഷണി. US-ലെ പാക് പ്രവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലായിരുന്നു ഇത്. തങ്ങളുടെ നിലനിൽപ്പിനു ഭീഷണി നേരിടുകയാണെങ്കിൽ ഇന്ത്യയെ ആണവയുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്നും അദ്ദേഹം വീരവാദം മുഴക്കിയിരുന്നു. ഇന്ത്യക്ക് വളവും അപൂർവ ഭൗമധാതുക്കളും തുരങ്ക നിർമ്മാണത്തിനുള്ള വൻകിട യന്ത്രങ്ങളും നൽകുന്നത് പുനരാരംഭിക്കാൻ ചൈന തയ്യാറാണെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വാങ് യി വിദേശകാര്യമന്ത്രി ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തത്. ഇന്ത്യക്ക് ഏറെ ആവശ്യമുള്ള യൂറിയ, ഡൈഅമോണിയം ഫോസ്ഫേറ്റ്, DAP എന്നീ വളങ്ങളുടെയും അപൂർവ ഭൗമധാതുക്കളുടെയും തുരങ്ക നിർമ്മാണ യന്ത്രങ്ങളുടെയും വിതരണം പുനഃസ്ഥാപിക്കുന്ന കാര്യം കഴിഞ്ഞ മാസം ചൈന സന്ദർശനത്തിനിടെ ജയശങ്കർ ഉന്നയിച്ചിരുന്നു. അതേസമയം ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ ഇന്നലത്തെ ചർച്ചയിൽ വിഷയമായില്ല. ഇന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പ്രതിനിധി സംഘത്തെ വാങ് യി കാണുന്നുണ്ട്. അതിർത്തി വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിലാകും ചർച്ച ചെയ്യപ്പെടുക. ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വാങ് യി കാണും. അതേസമയം തൈവാൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമില്ലെന്ന കാര്യം ജയശങ്കർ വാങ് യിയെ അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾ ഇരു മന്ത്രിമാരും നേരിട്ട് ചർച്ച ചെയ്തില്ലെങ്കിലും നിലവിലെ ആഗോള സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ കാര്യം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഇന്ത്യക്ക് ആവശ്യമായ വളങ്ങളുടെ 30% ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. വാഹന നിർമ്മാണത്തിന് ആവശ്യമായ ധാതുക്കളും റോഡ് നിർമ്മാണത്തിനും തുരങ്ക നിർമ്മാണത്തിനും ആവശ്യമായ കൂറ്റൻ യന്ത്രങ്ങളും വിതരണം ചെയ്തതും ചൈനയായിരുന്നു. എന്നാൽ അതിർത്തിയിലെ സംഘർഷ സാഹചര്യത്തിൽ 1 വർഷം മുൻപാണ് ഇവയുടെ ഇറക്കുമതി ചൈന നിർത്തിയത്. മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജനും കരൺ ഥാപ്പറുമെതിരെയും അസം പോലീസ് കേസെടുത്തു. ഇരുവർക്കും ഗുവാഹത്തി പോലീസ് സമൻസ് അയച്ചു. ഏതു കേസിലാണ് സമൻസ് അയച്ചതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഓഗസ്റ്റ് 22 ഹാജരാകാൻ നിർദ്ദേശിച്ചതായി വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
നിലവിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ ഇരുവരെയും ചോദ്യം ചെയ്യാനുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കേസിന്റെ കാര്യങ്ങൾ പോലീസ് വിശദീകരിച്ചിട്ടില്ലെന്നാണ് PTI പറയുന്നത്. വരദരാജന് ഓഗസ്റ്റ് 14-നാണ് നോട്ടീസ് ലഭിച്ചത്. കരൺ ഥാപ്പറിന് ഇന്നലെയും. നോട്ടീസിലെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരുന്നാൽ അറസ്റ്റ് ചെയ്യുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടറാണ് സമൻസ് അയച്ചത്. ഭാരതീയ ന്യായ സംഹിതയിലെ 152, 196, 197, 1D, 3-6 സംഹിതയുടെ ഭരണഘടനാപരമായ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനയ്ക്കും സെക്ഷൻ 353 പ്രകാരമുള്ള കേസുമാണ്. പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട നിയമവിദ്യാർത്ഥിനിയുടെ മാതാവിനെ ഹൈക്കോടതിയിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചെന്ന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് മകളുടെ കേസുമായി ബന്ധപ്പെട്ട ജഡ്ജിമാരെ നേരിൽ കണ്ട് സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ ഹൈക്കോടതി കവാടത്തിലെത്തിയത്. ബഹളമുണ്ടാക്കിയതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. വനിതാ പോലീസ് എത്തി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭരണപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെന്ന സംശയത്തിൽ സൈബർ പോലീസ് പൂജ, നിവേദ്യം തുടങ്ങിയവ ബുക്ക് ചെയ്യുന്നതിനുള്ള കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായി പുതിയ യൂസർ നെയിമും പാസ്വേഡും സജ്ജമാക്കിയെങ്കിലും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം മുൻ ജീവനക്കാരൻ ഉപയോഗിച്ചിരുന്ന യൂസർ നെയിമും പാസ്വേഡും നിലവിൽ പ്രവർത്തനക്ഷമമാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. അതേസമയം ക്ഷേത്ര സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് സുരക്ഷിതമാണെന്നും പോലീസ് അറിയിച്ചു. ഓൺലൈൻ ഇടപാടുകൾ നടത്തിയിരുന്ന പഴയ ജീവനക്കാരനെ മാറ്റി കഴിഞ്ഞ ജൂണിലാണ് പുതിയ ആളെ നിയമിച്ചത്. പുതിയ ജീവനക്കാരൻ ചുമതലയേറ്റതിന് പിന്നാലെ പുതിയ യൂസർ നെയിമും പാസ്വേഡും സജ്ജമാക്കി. എന്നാൽ ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. പഴയ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന നെറ്റ്വർക്കിലെ വിവരങ്ങൾ ചോർത്തിയെന്ന വിലയിരുത്തലിലാണ് ക്ഷേത്ര അധികൃതർ. കൂടുതൽ ലോഗിൻ വിവരങ്ങൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൈബർ പോലീസ്. കമ്പ്യൂട്ടർ ഫോറൻസിക് പരിശോധനയ്ക്കും അയക്കാൻ ചെയ്യും. ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ, കമ്പ്യൂട്ടർ വിഭാഗത്തിന്റെ ചുമതലയുള്ളവർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി ചുമതലയിൽ നിന്ന് മാറ്റി ജീവനക്കാരൻ ഉൾപ്പെടെ കൂടുതൽ പേരെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. ആലുവയിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊല നടത്തിയ പ്രതിക്ക് വിയ്യൂർ ജയിലിൽ മർദ്ദനം. ബീഹാർ സ്വദേശി അസഫാഖ് ആലത്തിനാണ് മർദ്ദനമേറ്റത്. ഇന്നലെ സഹതടവുകാരനുമായായിരുന്നു അസഫാഖ് അടിയുണ്ടാക്കിയത്. സഹതടവുകാരൻ റഹിലാൽ സ്പൂൺ ഉപയോഗിച്ച് തലയിൽ അടിച്ചതിനെ തുടർന്ന് പരിക്കേറ്റ് അസഫാഖിനെ ആശുപത്രിയെ ചികിത്സയ്ക്ക് ശേഷം സെല്ലിൽ അടച്ചു. തലയിൽ തുന്നലിടേണ്ടി വന്നു. അസഫാഖ് ആലത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഇരുവരെയും ജയിൽ മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആലുവയിൽ അതിഥി തൊഴിലാളി കുടുംബത്തിലെ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊല നടത്തിയ പ്രതിക്ക് വയ്യൂർ ജയിലിൽ മർദ്ദനമേറ്റെന്ന് സംശയത്തിലാണ് പോലീസ്. ബീഹാർ സ്വദേശി അസഫാഖ് ആലത്തിനാണ് മർദ്ദനമേറ്റത്. ഇന്നലെ സഹതടവുകാരനുമായായിരുന്നു അസഫാഖ് അടിയുണ്ടാക്കിയത്. സഹതടവുകാരൻ റഹിലാൽ സ്പൂൺ ഉപയോഗിച്ച് തലയിൽ അടിച്ചതിനെ തുടർന്ന് പരിക്കേറ്റ അസഫാഖിനെ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം സെല്ലിൽ അടച്ചിരുന്നു. തലയിൽ തുന്നലിടേണ്ടി വന്നു. അസഫാഖ് ആലത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇരുവരെയും ജയിൽ മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആലുവയിൽ അതിഥി തൊഴിലാളി കുടുംബത്തിലെ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊല നടത്തിയ കേസിൽ അസഫാഖ് ആലത്തിനെ മരണം വരെ തൂക്കിലേറ്റാൻ വിചാരണ കോടതി വിധിച്ചിരുന്നു. 3 പോക്സോ കുറ്റങ്ങളിൽ 5 ജീവപര്യന്തവും വിധിച്ചു. ഇതനുസരിച്ച് ജീവിതാവസാനം വരെ ജയിലിൽ കഴിയണം. 2023 ജൂലൈ 28-നാണ് കുറ്റകൃത്യം നടന്നത്. അന്നു രാത്രി തന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് റെക്കോർഡ് വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. അതീവ ഗൗരവമുള്ള കേസായി പരിഗണിച്ച് അതിവേഗത്തിൽ വിചാരണ പൂർത്തിയാക്കുകയായിരുന്നു. അസഫാഖ് ആലം മാത്രമാണ് കേസിലെ പ്രതി. കുഞ്ഞിനെ അസഫാഖ് ആലം വിളിച്ചുകൊണ്ടുപോയി ക്രൂരമായ പീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ജൂലൈ 29-ന് രാവിലെ ആലുവ മാർക്കറ്റ് പരിസരത്ത് ചാക്കിൽ കെട്ടിയ നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ലഹരിക്കടിമയായ പ്രതി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ജ്യൂസ് വാങ്ങി നൽകിയ ശേഷമാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയത്. ടേക്ക് ഓഫിന് തൊട്ടു മുൻപ് ഇൻഡിഗോയുടെ ഫസ്റ്റ് ഓഫീസർ അഥവാ സഹ പൈലറ്റ് അനുവാദം കൂടാതെ ശുചാലയത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ചുവെന്ന് യുവതിയുടെ ആരോപണം. സ്വർണ്ണ വ്യാപാര സ്ഥാപനമായ സേഫ് ഗോൾഡിന്റെ സഹസ്ഥാപികയും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പൂർവ്വ വിദ്യാർത്ഥിയുമായ റിയ ചാറ്റർജിയാണ് തനിക്ക് നേരിട്ട ദുരനുഭവം സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. ഇൻഡിഗോയുടെ സഹ പൈലറ്റ് താൻ ശുചാലയം ഉപയോഗിക്കുമ്പോൾ അകത്തേക്ക് നോക്കിയെന്നും എന്നാൽ സംഭവം അത്ര കാര്യമായി എടുക്കേണ്ടതില്ലെന്നാണ് എയർലൈൻസിന്റെ നിലപാട് എന്നും യുവതി വെളിപ്പെടുത്തി. ഓഗസ്റ്റ് 8-ന് രാത്രിയാണ് റിയ വിമാനത്തിൽ യാത്ര ചെയ്തത്. വിമാനത്തിന്റെ മുൻഭാഗത്തെ ശുചാലയമാണ് റിയ ഉപയോഗിച്ചത്. വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരുന്നെങ്കിലും പുറത്തുനിന്ന് ആരോ മുട്ടുന്നത് കേട്ടപ്പോൾ റിയ പ്രതികരിച്ചു.
പിന്നീട് വീണ്ടും വാതിലിൽ മുട്ടുന്നത് കേട്ട് ഉറക്കെ പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ വാതിൽ ബലമായി തുറന്നും പുരുഷ ജീവനക്കാരൻ അകത്തേക്ക് നോക്കുകയും ചെയ്തു. ഓ എന്ന് മാത്രം പറഞ്ഞ് അയാൾ വാതിലടച്ചു എന്നും റിയ പറയുന്നു. അപമാനം കാരണം തല കുനിക്കുപോയെന്നും 90 മിനിറ്റ് നീണ്ട യാത്രയിൽ തനിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടുവെന്നും റിയ പറയുന്നു. തന്റെ ദുരനുഭവം വിവരിച്ചപ്പോൾ മറ്റു ജീവനക്കാർ സംഭവം നിസ്സാരവൽക്കരിച്ചു. അസൗകര്യമുണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു. അയാൾ ഒന്നും കണ്ടിട്ടില്ലെന്ന് ഉറപ്പുണ്ടെന്നും ജീവനക്കാർ പറഞ്ഞുവെന്നും റിയ ആരോപിച്ചു. വിമാനത്തിന്റെ ക്യാപ്റ്റനെയും ഫസ്റ്റ് ഓഫീസറെയും വിളിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവരെ കോക്പിറ്റിൽ പോയി കാണാനാണ് ജീവനക്കാർ നിർദ്ദേശിച്ചത്. അത് കൂടുതൽ ആശങ്കയുണ്ടാക്കി. വിമാനം നിലത്തിറങ്ങിയ ശേഷം ഇൻഡിഗോയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ടു. എന്നാൽ സംഭവത്തിൽ ജീവനക്കാരൻ ഖേദം രേഖപ്പെടുത്തിയെന്ന് മാത്രമാണ് മറുപടി ലഭിച്ചത്. നഷ്ടപരിഹാരമായി വിമാന ടിക്കറ്റിന്റെ പണവും വൗച്ചറുകളും നൽകാമെന്നും അറിയിച്ചു. ഞാൻ നഷ്ടപരിഹാരത്തിനു വേണ്ടിയല്ല പോസ്റ്റ് ഇട്ടത്,